Amen. Hallelujah. കർത്താവ് സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദങ്ങളെ ഓർത്ത് കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. Thank God for the blessed words of God we've been hearing. കർത്താവിന്റെ വലിയ സ്നേഹം, വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. Thank God for that His love and His presence is in the room. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. Thank God for the blessed word that we've been hearing. നാം കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു വരുന്ന വേദഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. I'd like to remind you of some of the things that we've been learning the last week. ഏത് വാക്യം നമ്മൾ വായിച്ചേ? കറക്റ്റാ. ഏത് വാക്യം വായിച്ചേ? യങ്സ്റ്റേഴ്സ് കേട്ടില്ല? എൻ്റെ മുഖത്തോട് നോക്കിയോ. ഏത് വാക്യം വായിച്ചേ? കുഴപ്പമില്ല. ഇന്ന് പാസ്റ്റർ ജെർമി എവിടെ നിന്നാണ് പ്രസംഗിച്ചത്? ഏത് വാക്യത്തെ പ്രസംഗിച്ചത്? അത് പറ. കേട്ടില്ല? ഹലോ, താങ്ക് യു. അപ്പം കഴിഞ്ഞ ആഴ്ച മറന്നുപോയാലും കുഴപ്പമില്ല, നിങ്ങൾ അത്രയും പറഞ്ഞല്ലോ. ജോൺ ചാപ്റ്റർ 3 verse 16. For God so loved the world that He gave His only Son, that whoever believes in Him should not perish but have eternal life. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നാം പതുക്കെ ഒരു കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നത്. We've been studying about the love of God the last few weeks. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ആ ദൈവവചനങ്ങൾ പറയുമ്പോൾ ദൈവ സ്നേഹം ഇതിനകത്ത് വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. That I believe as the word of God will be spoken, that the love of God will be experienced here today. ആ ദൈവ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇന്ന് പകലും ഞാൻ നിങ്ങളും എല്ലാം ഇതിനകത്തായിരിക്കുന്നത്. It is because of the love of God that you and I are here today. ഈ ലോകത്തിൽ ഏത് മുറിവിനെയും ഉണക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമുള്ള ദൈവസ്നേഹമാണ്. That the only thing that bind any wound would be the love of God. ലോകത്തിൽ മനുഷ്യൻ തേടി പോകുന്നത് സ്നേഹമാണ്. That the world is seeking out is love. സ്നേഹം നഷ്ടപ്പെട്ട് സമാധാനമില്ലാതായി പോകുന്ന മേഖലകൾ. That a day when love and peace is lost. പക്ഷെ നമുക്കെല്ലാം ഏത് പ്രതികൂലത്തിനും ഉയർത്തിപ്പിടിക്കാൻ ഒന്നേ ഉള്ളൂ, യേശുവിന്റെ സ്നേഹം. But the only thing we have to lift high would be the love of God. അതാണ് ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മളെ ഇവിടെ ഇരുത്തുന്നതും ഇനി ദൈവസന്നിധിയിൽ ഇരുത്തുവാൻ പോകുന്നതും. And that is what brought us here and will keep us here. യൗവനക്കാരെ, നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കണം, ലോക സ്നേഹം വളരെ നൈമിഷികമാണ്. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പോകും. Young people, let me say that the love of the earth is temporary. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ യൗവനക്കാരെ മാത്രം പറയാൻ ഒക്കെ നമ്മൾ എല്ലാവരും പലപ്പോഴും ലോക സ്നേഹത്തിനകത്തങ്ങായി പോവുകയാണ്. That we have all fallen into this love of the earth. പക്ഷേ പകൽക്കാലം തിരിച്ചു മടങ്ങി ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കയറുവാൻ സ്വർഗ്ഗം നമ്മളെല്ലാം സഹായിക്കും. But the heavens are inviting us to enter into the love of God. തുടക്കം മുതൽ കേട്ടതെല്ലാം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളും ദൈവം നമ്മോട് പറഞ്ഞ പ്രോമിസുകളുമാണ് ആദ്യം മുതൽ നമുക്ക് കേൾക്കുന്നത്. That from the beginning we've been hearing about the love and the promises of God. ആമേൻ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെർമി പറഞ്ഞ ദൈവശബ്ദം ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ആമേൻ, സ്തോത്രം. ഒരുവൻ തെരുവിൽ നിന്നുകൊണ്ട് വിളിക്കുക, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ. That as we heard in the English message, Son of David, have mercy on me. അവിടെ mercy തോന്നാൻ കാരണം യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ് അവനെ സൗഖ്യമാക്കിയത്. That we see that the love of God is what caused him to be healed. ഇന്ന് പകൽക്കാലം സ്നേഹനിധിയായ കർത്താവിനെ ഏത് വിഷയത്തിനു നടുവിലും ഉറക്കെ വിളിക്കുവാൻ തയ്യാറായാൽ ആ സൃഷ്ടികർത്താവ് നമുക്ക് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീരും. That if you're ready to call upon him, that creator God is ready to stand for you. ഞാൻ എപ്പോഴും അത് പറയാറുള്ളത്, പഴയ നിയമത്തിൽ യോശുവ പറഞ്ഞത്, സൂര്യാ നീ ഗിബയോനിലും ചന്ദ്രാ നീ അയ്യാൽ താഴ്വരയിൽ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ സൃഷ്ടി, അവിടെ ക്രിയേഷൻ നിന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ഒരുവൻ വിളിക്കുക, ദാവീദ് പുത്ര എന്നൊരു കരുണ തോന്നണമെന്ന് പറയുമ്പോൾ ക്രിയേറ്റർ തന്നെ നിൽക്കുകയാണ്. That if in the Old Testament we see creation stand still, then in the New Testament the creator stands for us. ഇന്ന് പകൽക്കാലം ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന് ചലിക്കുവാൻ കഴിയാത്തതുപോലെ ഒന്നും കൂടെ ഞാൻ അങ്ങനെ പറയാൻ കാരണം, യാബോക്കിന്റെ കടവിൽ വെച്ച് യാക്കോബ് പറഞ്ഞ്, യാക്കോബ് നീ എന്നെ വിട ഇല്ല കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടത്തില്ലെന്ന് പറയാൻ കാരണം എന്താ? യാക്കോബിനറിയാം അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, ആ ദൈവമാണ് എൻ്റെ ദൈവം. സ്നേഹത്തിന്റെ മുൻപിൽ എന്നെ വിട്ടു പോകുന്നതല്ല ദൈവം എന്ന് പറയുന്നത്. That the love of God is something that will not leave us, is what Jacob understood there. ഈ നിമിഷം തന്നെ ആ ദൈവ സ്നേഹം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. That this moment the power of the love of God fall upon us. ഓൺലൈൻ വഴി വാച്ച് ചെയ്യുന്നവരുടെ മേൽ ആ ദൈവ സ്നേഹത്തിന്റെ കരം പകരട്ടെ. That may the love of God fall upon those watching online. യേശുവിനെ ഒന്ന് പ്രാർത്ഥിച്ചേ. Could you pray with യേശുവിന്റെ us നാമത്തിൽ. in the name of Jesus. യേശുവിന്റെ In the നാമത്തിൽ. name of Jesus. Hallelujah. Yes, Lord.
അവിടെ വായിച്ച വേദഭാഗ്യ പ്രകാരമാണ് ആമേൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ. The word that we read for those who believe that they would receive eternal കഴിഞ്ഞ life. ആഴ്ച ചിന്തിച്ച ഭാഗം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകുന്ന നിത്യജീവൻ. ആ വിശ്വസിക്കുന്നതിൻ്റെയും നിത്യജീവന്റെ ഇടയ്ക്ക് ഏവരും നശിച്ചു പോകാത്തതിന്റെ മറവിൽ കിടക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന വെളിപ്പാട്. That we said between the believer and the eternal life, that phrase, who shall not perish, is the love of God അപ്പോൾ there. എന്താണ് നിത്യജീവൻ എന്ന് നാം ഒന്ന് ചിന്തിക്കുവാൻ തക്കോണമിടയായി, ഒരു വാക്കൊന്ന് പറയാൻ തക്കോണമിടയായി. And we were also able to talk about what this eternal life ഓർമ്മ വരാൻ is. വേണ്ടി ഒരു വാക്കൊന്ന് ഞാൻ പറഞ്ഞു വിടാം. അതായത് ഈ വിശ്വസിച്ച ഉടനെ നിത്യത കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. That when you believe, it's not that you've immediately received eternal life. അങ്ങനാണോ? അല്ല, പിന്നെ എന്നാ കിട്ടിയെന്നാ? യേശുവിനെ. യേശു 1-2 പേർക്ക് മാത്രം ഓർമ്മയുള്ള ഞാൻ ഒരു വാക്കൊന്ന് പറയാം. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം, 1 John chapter 1 verses 1 മുതൽ ആമേൻ, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്. മക്കൾ എല്ലാവരും ബൈബിൾ എടുത്തേ. 1 John chapter 1:1. ആദ്യമുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പറഞ്ഞിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് യോഹന്നാൻ അങ്ങനെ പറയാൻ കാരണം? Why is it John speaks like this here? ജനത്തിന് അവിടെ വലിയ സംശയം ഉണ്ടായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റുള്ളത്. There's a great doubt was Jesus resurrected. അവിടെ യോഹന്നാൻ പറയാ, ഞാൻ കണ്ടതാണ്, കേട്ടതാണ്, തൊട്ടതാണ്. ഏതാണ്? ആ ജീവന്റെ വചനമായ ക്രിസ്തുവിനെ ഞാൻ കണ്ടതാണ്, തൊട്ടതാണ്. That John is saying that I've seen, heard and touched the word of life, who's Jesus. അപ്പോ ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കും. പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യ ജപ. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ട് ആരാ പ്രത്യക്ഷമായത്? And who is it that after resurrection was revealed? യേശു ക്രിസ്തുവാണ് പ്രത്യക്ഷമായത്. It was Jesus അപ്പോൾ Christ. നോക്കിയാൽ ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. That I've also let you know about and proclaim this eternal ഒറ്റ life. വാക്കിൽ പറ, യേശുവിനെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുകയാണ്. That I'm proclaiming to you അപ്പോൾ Jesus. വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ആമേൻ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശ്വസിച്ചത് കൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം അപ്പനായിട്ട് നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ആ കരങ്ങളിലൂടെ നന്ദി പറഞ്ഞു. That since we've received God as Father, we must praise God today. ഓക്കെ, ആ ഭാഗങ്ങൾ വായിച്ചു വന്നതിന് ശേഷമാണ് സോറി അവിടെ കൊണ്ടാണ് നാം ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ തക്കവണ്ണം വഴിയായി നോക്കുകയും ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവൻ അത് ക്രിസ്തുവാണ്. In this life that was manifest to us is Jesus Christ. ഓക്കെ, അപ്പോൾ ഈ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ സർവ്വനീതിമാനായ ദൈവമാണ്. And we see that Jesus is a righteous God. ഈ ശലോമോൻ Proverbs chapter 12 verse 28 ഇപ്രകാരം കാണാൻ കഴിയും. Proverbs 12:28 says like this. എന്താണ്? നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അവന്റെ പാതയിൽ മരണമില്ല. In the path of righteousness is life, and in its pathway there is no death. യേശുവിന്റെ മാർഗത്തിൽ ജീവനുണ്ട്. That there is a life in his hand. അവന്റെ മാർഗത്തിൽ മരണമില്ല. There is no death in his hand. അതുകൊണ്ട് ഭാഷ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും. That is why even in death you will resurrect. നിത്യമായ മരണം നമുക്കില്ലാത്തതിന്റെ കാരണം വിശ്വസിച്ച് നിത്യജീവനായ യേശുവിനെ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്. That we do not have eternal death because we've received Jesus. സ്തോത്രം. ഇനി ശ്രദ്ധിച്ച് മുൻപോട്ട് നമ്മൾ പോവുകയാണ്. Now listen carefully as we keep going. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ That after saying that believing in Jesus, ദൈവസ്നേഹത്തിന്റെ നിറകുടമായ നിത്യജീവൻ എന്ന ക്രിസ്തുവിനെ നമുക്ക് എന്ത് ചെയ്തു? ഹൃദയങ്ങളിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. that we were able to receive Jesus of eternal life in our hearts. ഈ ഹൃദയങ്ങളിലേക്ക് ആ ദൈവസ്നേഹം ലഭിക്കുമ്പോൾ ഉണ്ടല്ലോ, that when we receive the presence of God in our നാം hearts, എത്രമാത്രം അതിനെ ഒന്ന് സൂക്ഷിക്കണം. that how much should we keep it? ഞാൻ ഈ സദൃശ്യവാക്യങ്ങൾ Proverbs chapter 4 ഒന്ന് വന്നേ. Come with me to Proverbs 4. ഒന്ന് വാക്കുകൾ പറഞ്ഞൊന്ന് പോകാം. ആ 4 verse 20 ഒന്ന് നോക്കിയ മോനെ. Verse 20. ആ ആ ആ കണ്ടോ? My son, be attentive to my words. Incline your ears to my saying. Let them not escape from your sight. Keep them within your heart. അവിടെ നോക്കിയേ, ആ 20ാം verse 20 എന്ന് പറഞ്ഞേക്കുന്ന മകനെ എൻ്റെ വചനങ്ങൾക്ക്. My son, to my words. നോക്കിയേ, വചനം എന്തായി മാറിയത്? ക്രിസ്തു. And what is the word becoming Christ? അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാം, മകനെ എൻ്റെ വചനങ്ങൾക്ക് ക്രിസ്തു
ക്രിസ്തുവിന് ആ ദൈവസ്നേഹത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? ചെവി തരണം, ശ്രദ്ധിക്കണം നിങ്ങൾ. We can say this, my son, listen to my words, which has the love of God. ആ യേശുവിന്റെ സ്നേഹം ക്രിസ്തുവിനെ 21-ാം വാക്യം പറയാം, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അതിനെ സൂക്ഷിക്കണം. That keeping in sight of Jesus, let them not escape from your sight, keep them within your heart. മക്കളെ, ഹൃദയത്തിന്റെ നടുവിൽ യേശുവിന്റെ സ്നേഹത്തെ സൂക്ഷിക്കണമെന്നാ പറയുന്നത്. That it says to keep the love of God in your hearts. ആമേൻ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് എത്ര പേർക്ക് പറയാൻ കഴിയും യേശുവിനുള്ള സ്നേഹമുണ്ടെന്ന്? The humans can say that we have the love of God. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലോകമാണ് നമ്മുടെ ഹൃദയത്തിൽ മൊത്തം. Like you said last week, there's a full of the earth in our hearts. പക്ഷേ എവിടെയൊക്കെയോ അല്പം മാത്രം യേശുവിനുള്ള സ്നേഹം. And there's only a little love of God അപ്പോൾ there. എന്തിനാ കർത്താവ് ഞങ്ങൾ അങ്ങനെ ആ സ്നേഹം ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ നടുവിൽ വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താ? What is the point of keeping Jesus in our heart? Verse 22 ഒന്ന് നോക്കിക്കേ. Verse 22. ആ, ഓ ജീസ്, അവയെ കിട്ടുന്നവർക്ക് ജീവനാണ്, അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാണ്. For their life to those who find them and healing to all their flesh. ഇതൊരു ശാരീരികമായിട്ടുള്ള സൗഖ്യത്തിന്റെ കാര്യമല്ല Not പറയുന്നത്. about a physical healing. ഒരു കാര്യം ആത്മാവിൽ മനസ്സിലാക്കുക, ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം നിറഞ്ഞു നിന്നാൽ ഒരുവൻ മരണ നിഴലിൽ താഴ്വരയിൽ കൂടെ നടന്നു പോയാലും ഉറക്കെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും. That if one has the love of God in the valley of the shadow of death, he will know that the rod and the staff, they comfort me. നമ്മൾ ഒത്തിരി കംഫർട്ട് സോണിൽ ഇരിക്കുവാണ് ഈ വാക്യം ഒന്നും വലിയ കാര്യമായി That if തോന്നത്തില്ല. we're stuck in our comfort zones, these words പക്ഷേ isn't much. ഹൃദയം തകർന്ന് ആരോടും പറയാൻ കഴിയാതെ അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ മുൻപിലൊക്കെ നമ്മളെല്ലാം അകപ്പെടുമ്പോഴാണ് ഈ വാക്യങ്ങൾ കേട്ട്, കർത്താവേ ആ സൗഖ്യം എൻ്റെ ഉള്ളത്തിലും ആ ഉള്ളത്തിലുള്ള സൗഖ്യം എൻ്റെ ശരീരത്തിലും എൻ്റെ മേലൊന്ന് പകരണമേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. That it's there we pray, Lord, with that healing come upon us. പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിനകത്തൊരു കാര്യം, കർത്താവേ യേശുവിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ അത് സൗഖ്യമായി മാറട്ടെ. That we should pray, Lord, that the love of God be healing in my life. ആമേൻ. 21-ാം വാക്യം പറയുന്നത് അറിയോ? Verse 23, what does it say? ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. Keep your heart with all vigilance, for from it flow the spring of life. മക്കളെ, യേശുവിന്റെ ഹൃദയത്തിൽ നിങ്ങൾ ജാഗ്രതയോടെ വിജിലന്റ് ആയിട്ട് കാക്കണമെന്ന് That പറയുന്നത്. it says to keep Jesus vigilantly in your heart. മക്കളെ, എന്താ പറയുന്നത്? അതിന്റെ അർത്ഥം എന്താ? യേശുവിനെ അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെ സൂക്ഷിക്കണമെങ്കിൽ ഇന്ന് പാടിയതുപോലെ ഒരു ഹോളി ലൈഫ് നമുക്ക് വേണം. That just as we sang to keep him, we must have a holy life. അല്ല, നമ്മൾ എത്ര ഹോളി മക്കളെ, ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. ഇതൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച്, നമ്മളെല്ലാം ഒരുമിച്ച് പാടിയതാ. നമ്മൾ എത്ര ഹോളി എന്ന് പറഞ്ഞാലും എത്ര ഹോളി എന്ന് പാടിയാലും യേശുവിന്റെ സ്നേഹത്തെ നിലനിർത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കില്ലെങ്കിൽ നമ്മൾ പാടിയതും കൂടെ പാടിയതും ഒരുമിച്ച് കരങ്ങളടിച്ചതും ഒരുമിച്ച് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചതും ഇതെല്ലാം വെറുതെയാണ്. That if we do not have a holy life to sustain the love of God, then our singing will be in vain. അപ്പോൾ എന്ത് ചെയ്യണം? വിജിലന്റ് ആയിട്ട് ദൈവസ്നേഹത്തെ So we കാത്തുകൊള്ളണം. must vigilantly keep the love of God. ക്രിസ്തുവിനെ കാത്തുകൊള്ളണം. That we must protect ഞാൻ him. ഇതൊക്കെ ഇതിലേക്ക് ഞാൻ വരാം, പതുക്കെ ഞാൻ വരാം. നിങ്ങൾക്ക് അത് കൂടുതൽ മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആയി തീരും. That when we keep going, we'll understand അപ്പോൾ better. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെ കാക്കുമ്പോൾ, So when we keep Jesus there, like that, ദൈവസ്നേഹത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ, or when we are filled with the love of God, 2 Corinthians chapter 4ലേക്ക് ഒന്ന് you വന്നാട്ടെ. come with me to 2 Corinthians chapter 4. 4:16 ഇപ്രകാരം പറയുക. Verse 16 says, അതുകൊണ്ട് പൗലോസിന്റെ ഭാഷ, അതുകൊണ്ട് Paul says, therefore, വായിച്ചോനെ. so ആ ആ ആ ആ ആ ആമേൻ. ഓക്കേ, ആ യേശുവിന്റെ സ്നേഹത്തിനകത്ത് ഒരുവൻ നിൽക്കുമ്പോൾ പറയുക, ആമേൻ, അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കും. that the one who is filled with the love of God, he will say that his outer man is wasting away. അതിന്റെ അർത്ഥം പുറമേ ഉള്ള മനുഷ്യന് പ്രശ്നമുണ്ട്. That the outer man has a problem. എത്ര വിഷയമുണ്ടായാലും അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം And പ്രാപിക്കുക. yet the inner man, he's being renewed day by day. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആധിക്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ Do you understand the കഴിയുന്നുണ്ടോ? weight of the love of God? എത്ര പ്രായം കഴിയുന്തോറും ശരീരം ക്ഷീണിക്കുമ്പോഴോറും അകത്തെ മനുഷ്യൻ ബലപ്പെടുന്ന
വളരുന്നതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് That no പറയുന്നത്. matter how much we age, the love of God is growing in us. നമുക്കിതൊക്കെ ഉൾക്കൊള്ളാൻ പാടാ. That it's hard to കാരണം accept. വർഷങ്ങൾ കഴിയും തോറും ടെൻഷൻ കൂടി കൂടി Why? വരുവാ. Because as the years go on, tensions ഞാൻ arise. കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞില്ല, കുഞ്ഞുങ്ങളില്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ടെൻഷൻ, That if we have kids, then it's worried where they are. ജനിച്ചാൽ വളരുന്ന ടെൻഷൻ, That if they're born, then how പിന്നെ they'll be സ്കൂളിൽ raised. പോകുന്ന ടെൻഷൻ, Then they're born in ടീനേജ് school. ആയാൽ അതിന്റെ ടെൻഷൻ, Then there were പിന്നെ anxieties. വിവാഹപ്രായമായ അതിന്റെ ടെൻഷൻ, Then when marriage finds പിന്നെ അവരെ problems. കല്യാണം കഴിഞ്ഞ അതിന്റെ ടെൻഷൻ. And then in their marriage, more അതിന്റെ anxiety. കല്യാണം കഴിഞ്ഞ അപ്പോഴേക്ക് ടെൻഷൻ ഇല്ലെന്നല്ല, അപ്പോഴേക്ക് അന്തരം ടെൻഷൻ ഉണ്ട് That even after marriage, that your parents will have anxiety. കേട്ടോ. സ്തോത്രം. അപ്പൊ അതിന്റെ ടെൻഷൻ, പിന്നെ അത് കഴിഞ്ഞാൽ കൊച്ചുമക്കളുടെ ടെൻഷൻ, And then there's worry about the grandchildren. പിന്നെ അതിന്റെ ടെൻഷൻ And എന്ന് then there's പറഞ്ഞാൽ ജീവിതം anxiety. ഓരോ ഘട്ടം കഴിയും തോറും ഓരോ ടെൻഷൻ ആഡ് ഓൺ ചെയ്തോണ്ടിരിക്കുക. Meaning these anxieties add up. സത്യമല്ലേ? Is it not true? ഇത് കുറയുന്നുണ്ടോ? That it's not decreasing, is കുറഞ്ഞ it? ഒറ്റ കാര്യം ജോണാഥനെ, ആ ജോണാഥനല്ല കേട്ടോ, അവൻ ക്രിസ്തഫർ അവിടുത്തെ ജോണാഥനെ പോലെ എലൈസെ പോലാകണം, അല്ലെങ്കിൽ എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലായി നാം. നമുക്ക് ഒരു ടെൻഷനും ഇല്ല. That the only thing to do is to become like little children and have no നമുക്ക് anxiety. അതിലേക്ക് തിരിച്ചു പോകാനൊക്കത്തില്ല. Then we cannot go back to that പക്ഷെ ഒരു age. കാര്യം നമുക്ക് ഉറപ്പോടെ പറയാൻ But one കഴിയും, thing with confidence we can say, ടെൻഷൻ ആഡ് ഓൺ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അകമയുള്ള മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് ഒരുവനെ അബൈഡായി കഴിഞ്ഞാൽ അവൻ പറയും, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കും തോറും വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവനായ ക്രിസ്തു എന്റെ ഉള്ളത്തിലിരുന്ന് നാൾക്ക് നാൾ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് വളരുവാൻ തക്കവണ്ണം നമ്മുടെ തീരും. that if one were to abide in the love of God, that he'll know that he is being renewed day by day in the inner man. അതുകൊണ്ട് അവനെ 2 Corinthians 4:5 ഇപ്രകാരം കാണാൻ കഴിയും. That's why 2 Corinthians 4:5 says ഉപദ്രവം അനുഭവിക്കുന്നു എങ്കിലും അവൻ ഉപേക്ഷിക്കപ്പെടുന്നില്ല. that though we are going through the hardship, Persecuted but not that we forsaken. are persecuted but not forsaken. വീണ് കിടക്കുന്നവനെങ്കിലും നശിച്ചു പോകുന്നില്ല. Struck down but not destroyed. Yes, struck down not but not destroyed. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. That though we are struck down, we are not destroyed. ഇന്ന് പകൽക്കാലം വീണ്ടും തകർന്നു പോയെന്ന് ചിന്തിക്കുന്നവരെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഇന്ന് പകൽ ഇതിനകത്ത് That വ്യാപരിക്കുന്നുണ്ട്. though you may think you are struck down, the love of God is here to lift you up. ഒരുവൻ പാപത്തിൽ വീണാൽ, നമ്മളെല്ലാം പാപത്തിൽ That we're വീഴുന്നവരാണ്. all fallen ഒരു sin. കാര്യം പറയാം, നീതിമാൻ വീണാലും അവൻ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവന്റെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട്. That though the righteous man falls, the hand of God will lift you up. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ ഉപദ്രവം അനുഭവിക്കുന്നു, പക്ഷെ ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടാത്തവരാണ്. That you say that today, though I'm suffering, I'm not forsaken. പക്ഷെ എന്താ കാര്യം ഉറപ്പോടെ പറയാം, Why can we say this with ഒറ്റ confidence? കാര്യമുള്ള നിത്യ ജീവനായ സ്നേഹം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്. One thing only, the love of God is in my heart. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെയൊക്കെ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ ഒറ്റക്കായിരിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങൾ സ്കൂൾ ജീവിതമോ കോളേജ് ജീവിതമോ ജോലിയിൽ എവിടെയൊക്കെ നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം പറ, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചില്ലെങ്കിൽ, ലോകം മുഴുവൻ ഉപേക്ഷിച്ചാലും ഞാൻ പറയാം, ദൈവം നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. കാരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ വഴി എന്ന് Children, പറയുന്നത്. if you've experienced any loneliness in your life and you have the love of God with you, then that will be enough to sustain ഞാൻ ഇങ്ങനെ you. വിളിച്ചെടുത്ത് പറയാറുണ്ട്, That I will bless you like this. ചുറ്റും ആരൊക്കെ നിന്നെന്ന് പറഞ്ഞാൽ, That no matter who is around us, മക്കളെ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മുകളിലുണ്ടെങ്കിൽ that if the love of God is with അവരുടെ us, നടുവിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകും. that God leads us through them. അതിന്റെ അഹങ്കാരം പറയുകയല്ല, That I'm not എപ്പോഴും talking like this. അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. That is our experience. ദൈവം നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ That നടത്തിക്കൊണ്ട് God പോകും. leads us through those അവൻ things. ലോകം മുഴുവൻ ചുറ്റും നിന്നെന്ന് പറഞ്ഞാൽ, That the world may be around us. ഉപേക്ഷിക്കപ്പെടാത്ത സ്നേഹത്താൽ പിടിക്കപ്പെട്ട ദൈവസഭയെ, നിങ്ങളെ ആ താഴ്വരെ കൂടെ നടന്നാലും മരണം നോക്കി നിൽക്കുക, പക്ഷെ അക്കരെ കടത്തുവാൻ അക്കരെ കടത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പകലിൽ ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. Lord Jesus. ഇന്ന് പകലിൽ ആ ദൈവ സ്നേഹത്തിന്റെ വിടുതൽ ഇതിനകത്ത് May വ്യാപരിക്കട്ടെ. the deliverance of the love of God fall upon you. മക്കളെ, ദാവീദിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. That Apostle Paul talks about David. Acts of the Apostles, I'm talking about David, That Acts of the Apostles a talks about man David. after God's own That heart. it says the man after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. That it's a man after God's own പക്ഷേ heart. ഈ മനുഷ്യൻ ഒരു സങ്കീർത്തനം But he എഴുതുകയാണ്. writes a psalm. ആമേൻ. മരണം നിഴലിൽ താഴ്വരെ കൂടെ ഞാൻ നടന്നു പോകുമെന്ന്. That I walk through the valley of the shadow of എന്നിട്ട് death. അടുത്ത് ഉറക്കെ പ്രഖ്യാപനമാണ്. And then he declaredly അവൻ proclaims. ശത്രുക്കൾ കാണുക എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് വിരുന്നൊരുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറക്കെ പറയാൻ എന്താ കാരണം? That he declares that he prepares a table in the presence of my enemies.
me. Do you know why? ദാവീദ് പറയും എന്റെ ഉള്ളത്തിൽ ചലിക്കുന്ന ഒരു സ്നേഹം. That David says there's a love of God in me. ഞാൻ പെർസിക്യൂട്ട് ചെയ്താലും ദൈവം എന്നെ ഫോർസേക്ക് That though ചെയ്യത്തില്ല. I'm persecuted, I'm not forsaken ഞാൻ by him. ഉപദ്രവിക്കപ്പെട്ടാലും ഞാൻ That though ഉപേക്ഷിക്കപ്പെടത്തില്ല. I'm wounded, I'm not forsaken. ഞാൻ ഈ പദങ്ങൾ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. യോസേഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ Then you നോക്കിക്കേ, look at Joseph's life. അറിയാവുന്ന ഉപേക്ഷിക്കപ്പെട്ടില്ല, That he was not forsaken, was he? സോറി ഉപദ്രവിക്കപ്പെട്ടില്ല. That he was hard, he was പക്ഷെ beaten. എല്ലാവരും അവനെ ഉപേക്ഷിച്ചില്ല. Though everyone left പക്ഷെ him. ദൈവം എന്നാ ചെയ്തേ? Yeah, what does God do? ദൈവം എന്നാ ചെയ്തേ? What does God do? ദൈവത്തിന്റെ സ്നേഹം ഉള്ളതുകൊണ്ട് That because the love of God is there. മോനെ ആ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോഴും ഞാൻ വിശ്വസിക്കുക ദൈവം ഇങ്ങനെ കരത്തി പിടിച്ചു. That I believe when he's in the well, the Lord holds him like this. ആമേൻ. പൊത്തിഫറിന്റെ ഭവനത്തിൽ ആയിരുന്നപ്പോൾ ദൈവം അവന്റെ കരത്തിൽ That in പിടിച്ചു. Potiphar's house he holds him. അടിമയായിരുന്നപ്പോഴും ദൈവം അവന്റെ കരത്തിൽ പിടിച്ചു. Though a slave he holds him. ആമേൻ. അവിടെ എല്ലാം കാണാൻ കഴിയുന്ന കാരാഗ്രഹത്തിനകത്ത് ദൈവം അവന്റെ കരത്തിൽ That in the പിടിച്ചു. jail he holds പക്ഷെ him. കരത്തിൽ പിടിച്ചിരുന്ന ദൈവമുണ്ടല്ലോ, That the God who holds his ഒരു hand, ഘട്ടം കഴിഞ്ഞപ്പോ അവനെ കൊണ്ടങ്ങ് എഴുന്നേറ്റു. after some time he rises with him. ഇങ്ങനെയൊക്കെ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോ ഇങ്ങനെ പിടിച്ചിരിക്കുക. That though in the well he may be down, സ്ലേവായി കിടന്നപ്പോ ഇങ്ങനെ like പിടിച്ചിരിക്കുക. a slave he's അവൻ down. സ്തോത്രം കാരാഗ്രഹത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. That in the jail cell he's പക്ഷെ down. ദൈവത്തിന്റെ ഒരു സമയം വന്നു. Yeah, when God's time അപ്പൊ came, അവരുടെ നടുവിലൂടെ അവനെ ദൈവം ഇങ്ങനെ yet in എഴുന്നേൽപ്പിച്ചു. the power of God in his time he ദൈവം അവന്റെ കൂടെ അങ്ങ് rises. എഴുന്നേറ്റു. God wakes up with ഇന്ന് him. പകലിൽ This morning, ആത്മാവിൽ വിശ്വസിക്കുന്ന in the ദൈവസഭയെ, spirit, for those who believe, നിങ്ങൾക്കൊരു സമയമുണ്ട്. that you have a time. There's a time for There's a everyone. time for ദൈവ everyone. സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, That if the love of God is നിങ്ങളുടെ there, കരത്തിൽ പിടിച്ചിരിക്കുന്ന that if കർത്താവ് he is holding your hand, നിങ്ങളെ കൂടി എഴുന്നേൽക്കും. that he'll lift you. അത് ആരൊക്കെ വിചാരിച്ചാൽ തകർക്കാൻ കഴിയത്തില്ല. That if anyone thinks against you, what ആരൊക്കെ happened? നോക്കിയാൽ തടുത്തു നിർത്താൻ That കഴിയത്തില്ല. none can stop him. ദൈവ സ്നേഹത്തിന് Because for the love of God, സകലതിനെ മറികടക്കാൻ കഴിയും. that it overcomes all ഇന്ന് things. പകൽ എത്ര How വിശ്വസിക്കുന്നുണ്ട്? many of you believe മക്കളെ, that? നിങ്ങളുടെ ജീവിതത്തിൽ യേശു നിങ്ങളുടെ കരത്തിൽ പിടിച്ചോണ്ട് മാത്രം നോക്കിയാൽ മതി. That you only look to see if God is holding your നിങ്ങളുടെ hand. ടാലന്റുകൾ നിങ്ങളെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല. Your talent will not get you നിങ്ങളുടെ anywhere. കഴിവ് എങ്ങും കൊണ്ടെത്തിക്കത്തില്ല. Your goodness will not get പക്ഷേ you anywhere. ദൈവത്തിന്റെ സ്നേഹത്തിന് നിങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയും. But the love of God can take you places. വിശ്വസിക്കരുത്, നന്ദി പറഞ്ഞാൽ Could you believe and praise God? ചലിച്ച നന്ദി പറഞ്ഞാൽ Could you praise ഇന്ന് God? പകൽ ആരെങ്കിലും കർത്താവേ ഞാൻ എന്നാണ് എഴുന്നേൽക്കുന്നത്, Then there's anyone saying, when will I stand എന്നാണ് up? കർത്താവിനെ When will ഉപയോഗിക്കപ്പെടുന്നത്, God you use me? എന്നാണ് വിഷയം മറുപടി When ലഭിക്കും. will you answer my കർത്താവ് prayer? കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു നിമിഷമുണ്ട്. That there's a time he lifts you and takes you. നന്ദി പറയട്ടെ. Could you praise God? ഹ. പക്ഷെ ആ സമയം വരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണ To സംഭവമാണ്. wait for that time is a difficult thing. അവിടെ നമ്മൾ കർത്താവേ എനിക്ക് അതിനെ സഹിക്കാനുള്ളൊരു കൃപ, ആ സീസണിൽ എന്നെ കർത്താവ് ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുന്നൊരു കൃപ എൻ്റെ മേൽ ലഭിക്കണമേ എന്നൊരു പ്രാർത്ഥന എനിക്ക് നിങ്ങൾക്ക് That you ഉണ്ടാകണം. and I must have heard, God, give me the grace to wait for you. Amen. Amen. കാരണം നിത്യജീവൻ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. Why? Because eternal life is on my heart. അപ്പോൾ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് That those who believe will not perish, that they may have eternal life. ഈ യേശുവിന്റെ സ്നേഹം This love of Jesus, നമ്മോട് പ്രദർശിപ്പിക്കുന്നതാണ് കാൽവരി ക്രൂശ് എന്ന് that when we പറയുന്നത്. see how we see it revealed is the cross of Calvary. നിങ്ങൾ ഇച്ചിരി ഗൗരവമായിട്ട് നിങ്ങളുടെ ചിന്ത യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ കയറണം. That you must enter into deep knowledge of this love of Okay. God. യേശു എപ്പോഴാണ് നമ്മെ സ്നേഹിച്ചേ? When does Jesus love us? സ്തോത്രം. നോക്കിയേ മക്കളെ, ദൈവമക്കളെ, നമ്മുടെ പെർഫെക്ഷൻ കണ്ടിട്ടാണോ ദൈവം നമ്മളെ സ്നേഹിച്ചേ? Does Jesus love us because of my മക്കളെ, perfection? നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹവും നിങ്ങൾ ലൈഫ് സ്റ്റൈലും കണ്ടിട്ടാണോ ദൈവം നിങ്ങളെ Is സ്നേഹിക്കുന്നത്? it because of your perfect love or lifestyle that Jesus loves you? ആണോ? Is it? അല്ല. No. അല്ല. ഒന്ന് വായിച്ച റോമാലേഖനം Read with me Romans 5 അധ്യായം 8 വാക്യം. chapter 5 verse 8. Romans 5 verse 8. Yeah. അമ്മ ആ വാക്കൊന്നും കൂടെ ഒന്ന് വായിച്ചേ. ആ, നാം പാപികളായിരിക്കുമ്പോൾ While we were തന്നെ. still sinners. Yeah. Oh. വായിച്ച മോനെ ഒന്ന് But ഇംഗ്ലീഷിൽ. God shows his love for us in that while we were still sinners, Christ died for us. കർത്താവ് പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സ്നേഹം ക്രൂശിന്മേൽ അവൻ
That പ്രദർശിപ്പിക്കുകയാണ്. while we were sinners, God displays His love on the cross. ഞാനും നിങ്ങളും പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ തേടി That വരികയാണ്. when we are sinners, God seeks us. മക്കളെ, എന്റെ പെർഫെക്ഷൻ കണ്ടിട്ട് തേടി He വന്നതല്ല. doesn't see my perfection. Come on, youngsters, നിങ്ങളൊരു കൂട്ടുകാരെ തെരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ക്വാളിറ്റി അവർക്ക് വേണം? That when you look for a friend, what are the qualifications you look? നിങ്ങൾക്ക് എന്തെല്ലാം ക്വാളിറ്റി വേണം? That what qualities are you looking ഒത്തിരി for? ക്വാളിറ്റികൾ നിങ്ങൾക്കില്ലേ? That don't you desire many things? നിങ്ങൾ വേണ്ടുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇല്ല ഭാഷ അങ്ങോട്ടൊന്നും പറഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള മനസ്സല്ല. ഞാൻ എല്ലാവരും No, it's സ്നേഹിക്കാറുണ്ട്. okay. I like everyone. അങ്ങനല്ല. That isn't the case. നമുക്ക് ചില ക്വാളിറ്റികൾ നമ്മൾ കാണും. We're looking for certain qualities. Isn't it true? അങ്ങനെ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും നമ്മളോട് നമുക്കെല്ലാവർക്കും ആഗ്രഹം ഈ നമ്മുടെ കൂട്ടുകൂടും നമ്മളെക്കാൾ ഒരു പടിയും ഉയർന്നവരോട് നമുക്ക് കൂട്ടുകൂടും ഭയങ്കര താല്പര്യം. That we're interested in being friends with those who are on the next level. പക്ഷെ നമ്മുടെ ഒരു പടിയും കൂടെ താഴെ നിൽക്കുന്ന ഒരു കൂട്ടുകൂടെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? But how much desire to be with people who are less than us? മ്യൂസീഷ്യൻസിന്റെ ഒരു ലാംഗ്വേജിൽ ഞാൻ പറയാം. That I'll say it in the language of the musicians. എൽവിൻ ചിരിക്കുന്ന നിന്നെയല്ലടാ പറയുന്നത്. നോക്കിക്കേ, മക്കളെ, നല്ലപോലെ ഗിറ്റാറോ അല്ലെങ്കിൽ നല്ലപോലെ ഇൻസ്ട്രുമെന്റ്സോ വായിക്കാത്ത ഒരു വ്യക്തിയോട് നമുക്ക് അങ്ങനെ ഇഷ്ടം തോന്നുന്നു? That would we like to play with someone who doesn't know how to play? നിനക്ക് നല്ല ഫ്രണ്ട്സ്, സോക്കറിന് നല്ല ഫ്രണ്ട്സ് ഇല്ലേ? Or you play soccer, you have good friends that play soccer. നന്നായി കളിക്കുന്നവരാണോ ഫ്രണ്ട്സ്, അതോ ശരി അത്ര കളിക്കാത്തവരാണോ? Are you friends with those who play soccer well or those who don't play well? നമുക്കൊരു ഇഷ്ടം അവരോട് തോന്നത്തില്ലേ? That we have a likeness for them. അവർ ഇഷ്ടം തോന്നാൻ കാരണം എന്താ? Why is that? കാരണം എവിടേക്കോ നമ്മുടെ ഒരു ലെവലിലും വരും, നമ്മളെക്കാൾ കുറച്ചുകൂടെ കൂടിയ ലെവലിലും വരും. Because somewhere along the way they're a little bit better than us. പക്ഷെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാം അങ്ങനെ. That if we look at all our friends, that we're just like that. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. That's a natural thing. നിങ്ങൾ പറയും പാസ് അത് അങ്ങനല്ല, പാസ് എവിടേക്കോ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. That you may say, Pastor, it's not like that, but if you look at your own friend list, ജോലിയിലും എല്ലായിടത്തും നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് നോക്കിയാൽ that your workplace friends, everything. എന്തിനേറെ പറഞ്ഞു രക്തബന്ധങ്ങളിലോ? Or look at your own family. സ്തോത്രം. ഞാൻ കണ്ണോറും നോക്കുന്നില്ല, എല്ലാം നിങ്ങൾ നിരുത്തി ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, the reason I said this, പക്ഷേ യേശു അങ്ങനെയല്ല നമ്മെ സ്നേഹിച്ചത്. Jesus does not love like us. മക്കളെ, പെർഫെക്ഷൻ കണ്ടിട്ടല്ല യേശു സ്നേഹിച്ചത്. He doesn't love because of perfection. എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിട്ടുമല്ല എൻ്റെ കർത്താവിനെ സ്നേഹിച്ചത്. It's not because he saw that there's something good. ഉടഞ്ഞ് തകർന്ന് കിടന്നപ്പോഴും, but when I was bruised and broken, യേശുവിന്റെ സ്നേഹം എനിക്കായി പ്രദർശിപ്പിക്കുക. that the love of God was revealed for me. എന്ന് പേർ ചൊല്ലി വിളിച്ച യേശു, that a God who calls me by name Finney, ജെറമിയ എന്ന് പേർ ചൊല്ലി വിളിച്ച യേശു, by name Jeremy, അത് മോനെ നിന്റെ ജീവിതത്തിലെ സകല പാപവും കണ്ടിട്ട് യേശു പേർ ചൊല്ലി വിളിച്ച, that seeing all your sin he calls you. ആ സ്നേഹം എത്ര വലിയ സ്നേഹമാണ്. How great is that love. സ്തോത്രം. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പല രാജേഷ് എളുപ്പാറയുടെ ഒന്നുണ്ട്, പാടാൻ എനിക്കറിയത്തില്ല, പക്ഷേ അതൊരു വാക്യം, ഞാൻ എന്താകുന്നുവോ അതായി തന്നെ എന്നെ സ്നേഹിച്ച ഒരു യേശു എനിക്കുണ്ട്. That whatever it is that you have desired me to be, it is the love of God that is making me that. എനിക്ക് ഒത്തിരി ഞാൻ ഇതൊക്കെ ഇങ്ങനെ വായിച്ചും ഒത്തിരി സ്നേഹത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് പാട്ടുകളുടെ ഹൃദയം ഇങ്ങനെ പാടിയ ഓരോ കാര്യങ്ങൾ തോന്നി ഇങ്ങനെ എഴുതുവാൻ തക്കൊണ്ട് ഒരു വരി, ഇത്രമാം സ്നേഹം ഉയർകോടു തേനിക്കായി, ഇത്രമാം സ്നേഹം ഉയർകോടു മന്നവ നീപ്പാനെ മന്ന തേടി വന്നു ദോഷിയാം മഹൽ സ്നേഹം മകനെ കുരിശിൽ
മകനെ മാരിപ്പതിനായി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, People of God that are listening, എത്ര വലിയ സ്നേഹമാണ് how കർത്താവ് great is നമുക്ക് the love തന്നേ. of God. എത്ര വലിയ സ്നേഹം. How great is the love of ഈ God. പാട്ടുകളൊക്കെ നിങ്ങൾ പാടി പാടി ധ്യാനിച്ച് പാടിയാലുണ്ടല്ലോ, That as we sing and meditate on these songs, കർത്താവേ എനിക്ക് അങ്ങല്ലാതെ മറ്റാരും വേണ്ടെന്ന് പറയും. that you'll say, Lord, I want none but you. ഞാൻ പറയുന്നത് മക്കളെ പറയുന്നു, ദൈവം അങ്ങല്ലാതെ മറ്റാരും വേണ്ട. That you'll say, I want none but you. മക്കളെ, അത് ഇംഗ്ലീഷ് സോങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാടിനെ ഒത്തിരി ഞാൻ ദൈവത്തിൽ ഒത്തിരി കരയുന്ന ഇപ്പോഴും ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടിലൊന്ന ഹിൽ സോങ്സിലെ ഐ സറണ്ടർ എന്നൊരു പാട്ട്. That one of my favorite songs, the Hill songs, I Surrender. ആ പാട്ട് നിങ്ങൾ ശ്രദ്ധയോടെ മക്കളൊന്ന് ഒറ്റയ്ക്ക് കേട്ടാണ്ടല്ലോ, നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. That if you listen to that, you'll just unknowingly start crying. അതിൽ ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടോ നിങ്ങൾ അറിയാതെ കരഞ്ഞു That പോകും. if you listen to the words, you just cry. ആ യേശുവിന്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ ഞാൻ എവിടെ പാനാ? That where can we go from the presence of God? ഇന്ന് പകൽ ആ സ്നേഹത്തെ ഓർത്ത് എത്ര നന്ദി പറയാൻ കഴിയും. That how can many of us can thank God for His love? ദൈവം നമ്മുടെ പെർഫെക്ഷൻ കണ്ടിട്ടില്ലെന്നല്ലോ നമ്മളിപ്പം പറഞ്ഞു വന്നേ. That we said that Jesus did not see our perfection. ഡ്യൂട്രോണമി എന്ന് എടുത്ത ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 7:7 ഡ്യൂട്രോണമി 7:7 ഇപ്രകാരം പറയുക. Deuteronomy 7:7. It was not because you were more in number than any other people that the Lord set His love on you and chose you, for you were the fewest of all peoples. നിങ്ങൾ ജാതിയുടെ സംഖ്യകൾ പെരുപ്പം വലിയൊരു കൂട്ടമായിട്ടോ വലിയവരായിട്ടൊന്നും അല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചേ. That is not because of the number that I have loved you. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, Then let me say like this. നമ്മളെല്ലാം ഒരു കൂട്ടത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞ വാക്യത്തിന് ഞാൻ ഇങ്ങനെ വായിക്കാൻ മനസ്സിലാക്കാൻ നോക്കണേ. ഒറ്റയ്ക്ക് ഒരുവൻ തകർന്നൊരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴും പറയാം, മോനെ I love you എന്ന് യേശു പറയാ. That while we desire large crowds, I can understand that Jesus loves the lonely and He goes to them and says, I love you. ഞാൻ ഈ പദങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്റെ മൈൻഡിൽ ഇങ്ങനെ ചിത്രീകരിക്കാൻ തൊക്കെ. I start imagining these things. ഈ ഡിപ്രഷനൊക്കെ വരുമ്പം നമ്മുടെ ഒത്തിരി മാനസിക തകർച്ച വരുമ്പം നമ്മൾ കണ്ടില്ലേ ഈ ഫോട്ടോ കണ്ടിട്ട് ഒരു മൂലയ്ക്കകത്ത് ഒരു ഡാർക്കിനകത്ത് ഒരു കുഞ്ഞിങ്ങനെ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ തലകുടി ചിരിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടില്ലേ? That when we talk about depression, maybe it's an image of a child or someone in the corner crying. പക്ഷേ ലോകത്തിന് അവരോട് തോന്നുന്നത് സഹതാപമാണ്. And what the world feels towards them is compassion. ലോകം അവർ അയ്യോ എന്ന് പറയത്തേ ഉള്ളൂ. Or they'll just have pity or say, oh no. പക്ഷേ കർത്താവായ ദൈവം എന്തെന്നറിയാമോ? But you know what Jesus does? അവനെ സ്വർഗ്ഗം വിട്ട് ഭൂമി ഇറങ്ങി. That He leaves the heavens and comes down on earth. സാന്നിധ്യം ഇറങ്ങി വരും. That the presence of God comes down. ചേർത്തിഞ്ഞു പിടിക്കും. And then holds Him closely. ചേർത്തിഞ്ഞു പിടിക്കും. Holding Him closely. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുവാൻ തക്കവണ്ണം എന്റെ പാസ്റ്റർമാരെ ദൈവദാസന്മാരെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കൂടെ കടന്നു പോകുന്നത്. That what is it that would change the rhythm of our heart? How many problems? ഇങ്ങനെ ഹൃദയം സത്യം പറഞ്ഞ ഹൃദയം എന്ന് പറഞ്ഞ ഈ വാരിയിൽ നമ്മൾ റിബ്സ് കൊണ്ട് കവർ ചെയ്ത് വെച്ചേക്ക. നേഴ്സും ഡോക്ടേഴ്സ് നന്നായിട്ട് അറിയാം എത്രമാത്രം സെൻസിറ്റീവ് ആണ് ഹൃദയം എന്ന് പറയുന്നത്. That His heart is well covered and it's very sensitive. ടെൻഷനിലൂടെ പൊട്ടിപ്പോകേണ്ട സമയം എന്നേ കഴിഞ്ഞു. That how long ago was it supposed to break because of the tension? ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. And you're alone by yourself. പക്ഷേ ദൈവം പറയാ, and the Lord says, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. That I'm seeking you. ആ വാക്കിനെ അങ്ങനെ നിങ്ങൾ വെറുതെ അങ്ങ് ചിന്തിച്ചു. Do not take it lightly. ദൈവം ഇങ്ങനെ ചേർന്നോണ്ട് പറയും. That holding closely and saying, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നീ ഒറ്റയ്ക്ക് നിരാശനായിരുന്നാലും ഞാൻ നിന്നെ തിരഞ്ഞെടുക്കും. Son, if you're alone in the crowd, I am with you. ഞാൻ ആ പാടുക, എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ നീലെന്ത് ഒരിക്കൽ കൂടെ പാടാം. എന്നെ തിരഞ്ഞെടുപ്പാ എന്നെ തിരഞ്ഞെടുപ്പാ
മോനെ ഒരു വാഹനത്തിന് പകരം 2 വാഹനം നമ്മുടെ വീട്ടിലുണ്ട്. That instead of 1 car, you have 2 in your home. ഒരു ഡ്രസ്സിന് പകരം 10 ഡ്രസ് എനിക്ക് മാറിയിടാനുണ്ട്. Instead of 1 outfit, you have 10. ആമേൻ. സ്തോത്രം. ബാങ്കിൽ ആമേൻ ചലിങ്ങി കടയിൽ പോയി ചലിപ്പിക്കാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. There's a credit card that I swipe and I get. പക്ഷേ 2 അല്ലെങ്കിൽ 10 വർഷം 50 വർഷം പിന്നിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നാ And ഉണ്ടായിരുന്നു? yet, if you look at years ago, what is it that we had? ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഹൃദയത്തിൽ പലപ്പോഴും ശൂന്യതകളാണ്. That there's still emptiness somewhere in our hearts. ആരും നമ്മളെ സ്നേഹിക്കാനില്ല നമുക്ക് തോന്നും. Oh, we think there's none to love. നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നു തോന്നും. That we think, oh, we're alone. എനിക്ക് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് എങ്കിലും ഞാൻ ഒറ്റയ്ക്കായി Yeah, പോയ I have husband and മേഖലകളുണ്ട്. wife, but I'm alone. മക്കൾ കൊച്ചുമക്കൾ ഉണ്ടായാലും ഒറ്റയ്ക്കായി പോയ Children and മേഖലകളുണ്ട്. grandchildren yet പക്ഷെ ഇന്ന് alone. പകൽക്കാലം ആത്മാവിൽ ഒന്ന് പറയാം. Yeah, let me say in the spirit. അവൻ കൂട്ടമായി 1000 പേരും നിന്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമല്ല ഞാൻ നിന്നെ Though when സ്നേഹിക്കുന്നത്. there's 1,000 with you, it's not that I നീ love you. ഒറ്റയ്ക്ക് ആരോടും പറയാൻ കഴിയാത്ത നിന്റെ ഇരുണ്ട റൂമിനകത്ത് ഇരുണ്ട സാഹചര്യത്തിനകത്ത് ഞാൻ നിന്റെ കൂടെ ഇറങ്ങി നിൽക്കും. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യക്തമായി ദൂത് But the Spirit of പറയുകയാണ്. God says, even in your loneliness, I am with ഇന്ന് you. പകൽ ഓൺലൈനിൽ വഴി വാച്ച് ചെയ്യുന്നവർ This morning for those watching online, യേശുവിന്റെ നാമത്തിൽ ദൈവ സ്നേഹം പകരപ്പെടട്ടെ. let the love of God be found upon ആ you. നിരാശകൾ Let the മാറിപ്പോകട്ടെ. sorrows be gone. ആ നിരാശകൾ Let the മാറിപ്പോകട്ടെ. sorrows be നീ gone. ഒറ്റയ്ക്കല്ല. You are not നീ alone. ഒറ്റയ്ക്കല്ല. You are not എന്റെ കൂടെ alone. സർവ്വസൃഷ്ടിതാവായ കർത്താവുണ്ട്. That your Creator is with you. അതുകൊണ്ട് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 10 ഇപ്രകാരം പറയുന്നത്. That is why 1 John 4:10 says, in this is love. Not that we have loved God, but that He loved us and sent His Son to be the propitiation for our sins. കണ്ടോ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ ഓമന കുമാര പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. Jesus. ഇന്ന് എന്നെ എല്ലാവരും ശ്രദ്ധിച്ചേ. I need everyone to listen. യൗവനക്കാരെ, ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിക്കട്ടെ നിങ്ങൾ കടന്നു പോകുന്ന The സാഹചര്യങ്ങൾ വരാം. young people, you may go through some hardship in your life. ഇന്ന് പകൽ എന്നെ ഓൺലൈൻ വഴിയൊക്കെ ഇവിടെ ഇരിക്കുന്നവരും ഏതെങ്കിലും സാഹചര്യം കടന്നു പോകുന്ന സ്തോത്രം സാഹചര്യങ്ങൾ That you വരാം. may be going through some situation. പക്ഷേ ഈ വചനം വ്യക്തമായി വിളിച്ചു But the പറയുക, word clearly says ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്രോസ് ആണ്. that the manifestation of the love of God is the cross. ആ ക്രൂശിലേക്ക് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കാൻ വന്നിരിക്കട്ടെ. That let's say you were standing and staring at the നമ്മൾ cross. ആ ഗോൽഗോത്തയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് നമ്മളെ ഗോൽഗോത്തയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. That from Golgotha we are looking at the cross. നിങ്ങളുടെ കൂടെ വരണം. നിങ്ങൾ ഇങ്ങനെ നോക്കിയ യേശുവിന്റെ കാൽവറിയിൽ 2 കളർ ആകാശം ഭൂമിക്ക് മധ്യ ഇങ്ങനെ തൂക്കപ്പെട്ട് That നിൽക്കുകയാണ്. between 2 criminals, the creator of the earth is there. ഞാൻ ഈ പറയാൻ പോകുന്നതിനെ തിയോളജി നിങ്ങൾ റോങ് ആയിട്ട് എടുക്കരുത്. ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാ, ദുരുദ്ദേശമല്ല This പറയുന്നത്. is just an illustration, not a false teaching. ഞാൻ ഇങ്ങനെ താഴ്വരയിൽ നിന്ന് മേലോട്ട് And നോക്കുകയാണ്. for the valley I'm looking. ഞാൻ നോക്കുമ്പം അവിടുത്തെ ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് എലേജയാണെന്ന് ഞാനൊന്ന് ചിന്തിക്കുകയാണ്. Then I'm imagining it's my son Elijah there. എനിക്ക് സഹിക്കാൻ പറ്റുമോ? Will I bear that? പറ്റുമോ? Would I bear that? നിങ്ങൾ മിണ്ടുന്നില്ല. പറ്റുമോ? വേണ്ട. നിങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളാന്നിരിക്കട്ടെ, Let's say it's your അവിടെ children. തൂക്കപ്പെട്ട് നിൽക്കുന്ന ഒരു കാരണവുമില്ലാതെ തൂക്കപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളാന്നിരിക്കട്ടെ. ഇവിടെ Let's say എത്ര പിതാക്കന്മാരുടെ മാതാക്കളുടെ കണ്ണ് അയ്യോ അപ്പ ഹലി തളർന്നു പോകാതിരിക്കുന്ന എത്ര ഹൃദയങ്ങൾ ഇതിനകത്ത് That how കാണും. many when you see your children on that cross wouldn't be മക്കളെ, heartbroken? നിങ്ങളുടെ മാതാപിതാക്കളാണ് അവിടെ ഇങ്ങനെ തൂക്കപ്പെട്ട് നിൽക്കുക. നിങ്ങൾ Or നോക്കിക്കേ. young people, you think it's your parents who's നിങ്ങൾ hung. സന്തോഷമായിട്ട് അവിടെ ഇരിക്കുവോ? Could you stand there with joy? ഇരിക്കുവോ? Would you? ഇരിക്കത്തില്ല. You couldn't. നമ്മൾ തകർന്ന ഹൃദയമുള്ളവരായിരിക്കും. That would be heartbroken, നമ്മൾ വല്ലാത്തൊരു devastated. നിസ്സഹായാവസ്ഥയിലായിരിക്കും. That would നമുക്കൊന്നും be- ചെയ്യാൻ പറ്റാത്തൊരു Well, in that അവസ്ഥയിലായിരിക്കും. situation, we cannot do പക്ഷെ anything. സ്വർഗ്ഗത്തിൽ ദൈവം നോക്കിയിട്ടും നിശബ്ദനായി നിന്നു. And yet, from the heavens, he was silent. എന്താ കാരണം എന്നറിയാമോ? Why was the Father silent? മാനവരാശി എന്നെ അതിൽ കൂടെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം നിശബ്ദനായി That to നിൽക്കുകയാണ്. redeem you and I, he was silent. അയ്യോ, നമുക്ക് യേശു ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. That to say Jesus died പക്ഷെ is so എന്റെ easy. കുഞ്ഞാതിനകത്ത് തൂക്കപ്പെട്ട് നിൽക്കുന്ന ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കത് കാര്യമാണെന്ന്. Yet if it's my child, it's a അതാ serious thing. സ്വർഗ്ഗത്തിന്റെ കാര്യമെന്ന് And that പറയുന്നത്. was heaven, serious for the സ്വർഗ്ഗം heavens. എന്റെ പുത്രനെ ഞാൻ നൽകി The തന്നെ. heavens say, I've given my ഇന്ന് son. പകൽക്കാലം നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയവും അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്രകാരം പറയാം, എന്റെ പുത്രനെ നൽകിയതിന് അപ്പുറമായിട്ട് നിങ്ങളുടെ വിഷയം വലുതല്ലോ. That giving my son wasn't greater than what you're going through. അങ്ങനെയെങ്കിൽ ആ കർത്താവ് പറയാം,
നിന്റെ വിഷയം എന്റെ പുത്രനേക്കാളും വലുതല്ലെങ്കിൽ എന്റെ പുത്രനിലൂടെ ആ വിഷയത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകി Then he തന്നിരിക്കും. now says, through my son, I'll give you the answer to your situation. In the name of Jesus, സ്നേഹത്തിന്റെ സൗഖ്യം വെളിപ്പെടട്ടെ. let the healing love ആ come. സ്നേഹത്തിന്റെ വിടുതൽ Let the വെളിപ്പെടട്ടെ. deliverance ആ come. സ്നേഹത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. The power of the love ആ come. സ്നേഹത്തിന്റെ ഡെലിവറൻസ് The വെളിപ്പെടട്ടെ. deliverance of love come. യേശുവിന്റെ In the നാമത്തിൽ. name of Jesus. Praise God. Praise God. Amen. അപ്പോൾ യേശുവിന്റെ പ്രദർശനമാണത്. So this is the manifestation. ആമേൻ. നോക്കിയേ. അപ്പോൾ 1 John chapter 4 verse 19 ലേക്ക് നോക്കി Come to കഴിഞ്ഞാലോ 1 John 4:19. എന്താ? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. He first loved us. സ്തോത്രം. അവന്റെ മുമ്പ് പറഞ്ഞ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതിലേക്ക് വ്യാഖ്യാനത്തിലേക്ക് പോകാം. ജെറമ്യാ chapter 3 verse 13 നോക്കിക്കേ. ജെറമ്യാ നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹം I have loved you with an everlasting love. Oh, I have loved you with an everlasting love. സ്തോത്രം. ഈ 136 സങ്കീർത്തനം Psalms 136 നമുക്കെല്ലാം അറിയാം, എപ്പോഴും നമ്മൾ വായിക്കുന്ന സങ്കീർത്തനം. അതിനകത്ത് മക്കളെ 26 ടൈം 26 പ്രാവശ്യം ഹിസ് മേഴ്സി endures forever എന്ന് പറഞ്ഞിട്ടുണ്ട്. There were 26 times it says his love and mercy endures forever. ഞാൻ ഒരിടത്ത് വാക്യം വായിച്ച പ്രകാരമാ his steadfast love endures forever. Other translations says steadfast love endures forever. Amen. നിങ്ങൾ എല്ലാവരും ബൈബിൾ ഒന്ന് എടുത്തേ. എല്ലാവരും ബൈബിൾ I need everyone to get their Bibles. 136 സങ്കീർത്തനം നോക്കി. Psalm 136. Amen. അവിടെ ഞാൻ അതങ്ങ് വായിക്കുകയാണ്. Then I'll just read it. നോക്കി അത് മുഴുവനായിട്ട് വായിക്കുമല്ല. ആമേൻ. സ്തോത്രം. അതിൻ്റെ 14 വാക്യം തൊട്ട് ഞാൻ ഇങ്ങനെ 12 വാക്യം നോക്കിയ ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ആമേൻ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന്, അതിൻ്റെ നടുവിൽ കൂടെ ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഗ്രഹിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോര്യരുടെ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി സ്തോത്രം ദൈവം കൊടുത്തു. ആമേൻ. തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തവന്, നമ്മുടെ വൈരികളുടെ കയ്യിൽ നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗസ്ഥനായ ദൈവത്തിന് എന്നേക്കും സ്തോത്രം എന്ന് ഇപ്രകാരം പറയാൻ കഴിയും. ആമേൻ. His steadfast love endures forever. എവിടാ? മരുഭൂമിക്കകത്തും ചെങ്കടലിനകത്തും in the midst of sea, the Red Sea, in the midst of the Red Sea, ചെങ്കടലിനകത്തും in the midst of the Red Sea, in the wilderness, യോർദാനകത്തും, in the midst of the Jordan, രാജാക്കന്മാരുടെ മുമ്പിലും, amongst kings, യുദ്ധത്തിന് മുമ്പിലും, amongst war, യുദ്ധം നടന്നാലും, while war happens, ശത്രുക്കൾ മുഴുവൻ ചുറ്റി the നിന്നാലും, army surround, ഇവിടെ ഉയർത്തി പറയുന്ന ഒറ്റ he കാര്യമേ says ഉള്ളൂ. one thing, His love endures forever. that his love endures അപ്പോൾ forever. ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയത് എന്താ? That who is it that leads us into the wilderness? The love of God. ഇസ്രായേലിനെ യുദ്ധത്തിൽ ജയിപ്പിച്ചത് എന്താ? Who gives victory? ദൈവത്തിന്റെ സ്നേഹം. The love of God. Come on, church. Come on, are you with എത്ര me? പേർക്ക് വെളിപ്പാട് മനസ്സിലാക്കാൻ How is your കഴിയുന്നുണ്ട്? understanding? ആമേൻ. ഇസ്രായേലിനെ നടത്തിയ ദൈവത്തിന്റെ ഒറ്റ കാര്യം ഉയർത്താനുള്ളൂ. His love endures forever. That one thing they can say, his love endures forever. എന്റെ ദൈവം എന്നാ സ്നേഹമാക്കാൻ What kind of love is it that God shows? ആ പ്രേമത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക് എത്ര പേർക്കൊന്ന് വീണ്ടും കയറുവാൻ How ആഗ്രഹം? many can enter into that love? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many desire that? എഴുന്നേറ്റ് നിൽക്കാമോ? Would you rise to your feet?